തെരഞ്ഞെടുപ്പ് ആവേശം അതിൻ്റെ ഒരു ഉച്ചസ്ഥായിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. കഴക്കൂട്ടം മണ്ഡലം വലിയ ശ്രദ്ധ നേടുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അവിടെ എൻ.ഡി.എ സ്ഥാനാർത്ഥി വി മുരളീധരൻ ജനവിധി തേടുകയാണ്. ഇത്തവണ ആളുകൾക്ക് നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കുകയാണ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ. എങ്ങനെയുണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഇനിയിപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളല്ലോ? വളരെ അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണം അതാണ് ജനങ്ങളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ തവണ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായിട്ടുള്ളൊരു വിധിയെഴുത്ത് കഴക്കൂട്ടം മണ്ഡലത്തിലുണ്ടാകും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് ഞങ്ങളെല്ലാവരും. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പൊതുവിൽ ഈ തെരഞ്ഞെടുപ്പ് മണ്ഡലത്തിൽ നമ്മൾ കേൾക്കുന്ന ഒരു ഡീലിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ ഇന്നിപ്പോൾ രാവിലെ കോൺഗ്രസ് ആരോപിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് CPM-ഉം BJP-യും തമ്മിൽ ഇവിടെ ഡീലാണ് എന്നുള്ളതാണ്. ആ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? കോൺഗ്രസ്സിന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് അതിനെ പ്രതിരോധിക്കണം. അപ്പോൾ അതുകൊണ്ട് വാസ്തവത്തിൽ ഈ പറഞ്ഞ ഡീല് CPM-ഉം കോൺഗ്രസും തമ്മിലാണ്. ഉദാഹരണത്തിന് പ്രതിപക്ഷ നേതാവ് മത്സരിക്കുന്ന മണ്ഡലത്തിൽ സ്ഥിരമായിട്ട് മത്സരിക്കുന്നത് CPI-യാണ്. CPM അവിടെ മത്സരിക്കാറേയില്ല. പറവൂർ മുൻ പ്രതിപക്ഷ നേതാവ് മത്സരിക്കുന്ന ഹരിപ്പാട് സ്ഥിരമായിട്ട് മത്സരിക്കുന്നത് CPI-യാണ്. അവിടെ ഒരിക്കലും CPM മത്സരിക്കാറില്ല. മറ്റു പല മണ്ഡലങ്ങളും സ്ഥിരമായിട്ട് തോൽക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ CPM തിരിച്ചെടുക്കുമ്പോഴും ഈ രണ്ട് മണ്ഡലവും തിരിച്ചെടുക്കാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ വാസ്തവത്തിൽ ഡീൽ ആര് തമ്മിലാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. പ്രധാനമായും ഏതൊക്കെ വിഷയങ്ങൾ ഇപ്പോൾ ഈ കുറച്ച് ദിവസങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേങ്കിൽ ശബരിമല ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഈ ഒരു മണ്ഡലത്തിൽ പ്രധാനമായും ചർച്ചയ്ക്ക് വരുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. എങ്ങനെയായിരുന്നു ആ വിഷയങ്ങളൊക്കെ ഏതൊക്കെയാണ്? അല്ല, ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ശബരിമല ഈ മണ്ഡലത്തിൽ നിന്ന് മാത്രമല്ല കേരളം മുഴുവൻ അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളവും ക്ഷേത്രവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളവും അങ്ങേയറ്റം വേദനയുണ്ടാക്കിയ ഒരു സംഭവമാണ്. അതിൻ്റെ പേരിലുള്ള ഒരു അമർഷം ജനങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പോൾ അതിന് കൂട്ടുനിന്ന ഒരു സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ ഈശ്വരവിശ്വാസികളും ക്ഷേത്രവിശ്വാസികളുമായിട്ടുള്ള ആളുകൾ അവരുടെ വേദന തെരഞ്ഞെടുപ്പിൽ പ്രകടിപ്പിക്കും. ഈ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയും ഇനിയിപ്പോൾ ഈ അവസാന സമയത്തേക്ക് എത്തും എന്നുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടല്ലോ. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് വരാനുള്ള സാധ്യതകളുണ്ടോ? അല്ല, തിരുവനന്തപുരത്ത് 4-ാം തീയതി പ്രധാനമന്ത്രി എത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം. അതിൻ്റെ ബാക്കി വിശദാംശങ്ങൾ വന്നിട്ടില്ല. എന്തായാലും ആളുകൾക്ക് വലിയൊരു പ്രതീക്ഷ തന്നെയാണ് ഇത്തവണ. തീർച്ചയായിട്ടും ജനങ്ങൾ മുഴുവൻ കേരളത്തിൽ ഒരു മാറ്റമുണ്ടാകാനുള്ളൊരു സാധ്യത പ്രതീക്ഷയോടുകൂടി കണ്ടുകൊണ്ടിരിക്കുക. തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് NDA ക്യാമ്പ് ഇവിടെയും ഉള്ളത്. എന്തായാലും ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് NDA പങ്കുവയ്ക്കുന്ന ഒരു അനുഭവം, വിശ്വാസം എന്ന് പറയുന്നത്. ക്യാമറ പേഴ്സൺ ജോസിനൊപ്പം MEB ജോൺ തോമസ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം.